നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മറയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ്. ഇന്ന് ചില സുപ്രധാന തീരുമാനങ്ങൾ മറയൂർ പഞ്ചായത്തിൽ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും എല്ലാം വിളിച്ചു ചേർത്താണ് പഞ്ചായത്ത് ആ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. മുരുകൻമലയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക, ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക, മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതമായി നടപ്പിലാക്കുക, അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഇന്ന് പഞ്ചായത്ത് തീരുമാനമായി എടുത്തിട്ടുണ്ട്. ഒരു ജനകീയ സമ്മേളനത്തിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം, ഇന്നത്തെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, സുപ്രധാന തീരുമാനങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഗ്രാമപഞ്ചായത്തിലെ ചില പൊതുവിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും സംഘടനാ പ്രതിനിധികളുടെയും ഒരു യോഗം കൂടുകയുണ്ടായി. ആ യോഗത്തിൽ നമ്മളുടെ പ്ലാസ്റ്റിക് മാലിന്യം, അതോടൊപ്പം തന്നെ അജൈവ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിനെ സംബന്ധിച്ചും, അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിലെ സുപ്രധാന വരുമാനമായ ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പാതയോരങ്ങളിൽ അനധികൃതമായി പെട്ടിക്കടകൾ വ്യാപകമായി സ്ഥാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിയമവിധമായി സ്ഥാപിക്കേണ്ടതാണോ, അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗമായിരിക്കുന്ന ആളുകളാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്നൊരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സുപ്രധാനമായ ചില തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഒരാളെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല, മറയൂരിൻ്റെ സുപ്രധാനമായ ആ പ്രദേശത്തിൻ്റെ പൗത്രത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളുമായി മുന്നോട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വരുമ്പോൾ മുഴുവൻ ജനഭാഗങ്ങളും അതിനോടൊപ്പം സഹകരിക്കണം. ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് പഞ്ചായത്തിൻ്റെയും ടൂറിസം മേഖലയായിട്ട് കടന്നു വരുമ്പോൾ ആ ടൂറിസം മേഖലയിൽ മറ്റൊരു പ്രശ്നങ്ങൾ നാളുകളിൽ ഉണ്ടാകാതിരിക്കുന്നതിനും കൂടുതൽ ജനഭാഗങ്ങൾ മറയൂരിൽ എത്തിച്ചേരുന്നതിനും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിനും വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. ഈ നല്ല കാര്യത്തിന് മുന്നോട്ട് വരുമ്പോൾ മുഴുവൻ ജനങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചില തീരുമാനങ്ങളുമായി അടുത്ത ദിവസം പഞ്ചായത്തും ഭരണസമിതിയും ഉദ്യോഗസ്ഥരും രംഗത്തിറങ്ങുമ്പോൾ അതിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി പഞ്ചായത്ത് മുന്നോട്ട് പോകണമെന്നാണ് അറിയിച്ചുകൊള്ളുന്നത്. പ്രധാന തീരുമാനങ്ങൾ നിലവിലെ മുരുകൻമല എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ടൂറിസം പോയിൻ്റാണ്. ആ ടൂറിസം പോയിൻ്റ് മുകളിൽ ജീപ്പ് സർവീസിനോടൊപ്പം ചില വ്യാപാര സ്ഥാപനങ്ങളും മറ്റുള്ള ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. അപ്പോൾ അത് മുരുകൻമലയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്ടിവിറ്റീസിന് അനുവദനീയം അല്ലാത്ത മേഖലയായതിൻ്റെ പേരിൽ ആ സർവീസുകളൊക്കെ വാഹന സർവീസ് ഒഴിച്ച് വ്യാപാരങ്ങൾ പോലുള്ളത് ആ പ്രദേശത്തു നിന്നും ഒഴിവാക്കുന്ന നടപടി ഭാഗമായി ആ നിലവിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെ നിശ്ചിത സമയത്തിൽ ഒഴിവാക്കുന്ന നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറയൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആ അനുവദനീയമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്താണോ സർക്കാരിൻ്റെ നടപടി, ആ നടപടി മായി മുന്നോട്ട് പോകുന്നതിനുണ്ട് പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. മറയൂരിൽ ഏതാണ്ട് 500ഓളം സ്ഥാപനങ്ങൾ ഉണ്ട്. 500ഓളം സ്ഥാപനങ്ങളിൽ 50-ൽ പരം സ്ഥാപനങ്ങൾ മാത്രമാണ് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കുന്ന ആ വ്യാപാരികളുടെയും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെയും ഒരു യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് ലൈസൻസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ലൈസൻസ് ക്യാമ്പയിനിൽ ലൈസൻസ് എടുക്കാത്ത ആളുകൾക്കെതിരെ അതിൻ്റെ നിയമാനുസരണമുള്ള നടപടിയുമായിട്ട് പഞ്ചായത്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈസൻസിൻ്റെ ക്യാമ്പയിൻ 18-19 തീയതികളിൽ മറയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. അപ്പോൾ ലൈസൻസ് സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ നേടാനുള്ള ആളുകൾ ആ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അതിൽ സഹകരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, നമ്മളുടെ പാതയോരങ്ങളിലെ പെട്ടിക്കടകളുടെ കൂടുതൽ പെരുകി വരുന്നുണ്ട്. ആ പെരുകി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വ്യക്തികൾ 2-3 കടകൾ സ്ഥാപിച്ചുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ അനുവദനീയമായ സ്ഥലത്തിൽ കൂടുതൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കോടതികളുടെയോ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ചില മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പെട്ടിക്കടകൾ സ്ഥാപിക്കുന്നതിന് ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ഉപജീവന മാർഗമായി കണ്ടുകൊണ്ട് അത് വീല് ഘടിപ്പിച്ച് എന്താണോ നിയമത്തിൽ പറയുന്നത് ആ നിയമത്തിൽ പറയുന്ന ആ പെട്ടിക്കടകൾ സ്ഥാപിക്കുന്നതിനുള്ള ആ നിർദ്ദേശം നൽകുന്നതിനായി പെട്ടിക്കടകൾ നടത്തുന്ന ആളുകളുടെ കണക്കുകൾ ശേഖരിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിനൊരു പൊതു മാനദണ്ഡം നിശ്ചയിക്കുന്നതിനും വേണ്ടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു വിവരശേഖരണം നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിയമാനുസരണം ലൈസൻസ് എടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങളുടെ മുന്നിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന പച്ചക്കറികൾ ഉൾപ്പെടെ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ മറ്റ് വ്യാപാരങ്ങൾ ചെയ്യുന്നത് മറയൂർ പഞ്ചായത്തിൽ നിരോധിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി മറയൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വാഹനങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും ടൗണുകളിലും വിൽപ്പന നടത്തുന്നവരുടെ ഒരു വിവരശേഖരണം നടത്തി അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നിയമാനുസരണം അനുവദനീയമാണെങ്കിൽ മാത്രം അനുവദിക്കുകയും അല്ലാത്ത പക്ഷമുണ്ട് നിയമപരമായ നടപടി എടുക്കുന്നതിന് പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ആളുകളുടെ വിവരശേഖരണം
തൊട്ടടുത്ത ദിവസം തന്നെ നടത്തുന്നതാണെന്ന് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രദേശത്തെ പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്ന് അന്തർ സംസ്ഥാന പാതയായ ചിന്നാർ മുതൽ കരിമുട്ടിയുടെ ഭാഗത്ത് ഏതെങ്കിലും പ്രദേശത്തായിരിക്കും. അത് സർക്കാരിൻ്റെ നിയമപരമായ അനുമതി കിട്ടുന്ന മുറയ്ക്കായിരിക്കും ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് മുരുകന്മലയിലേക്ക് യാത്രക്കാരുമായി എത്തുന്ന ആളുകളിൽ നിന്നും ഒരു ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ തുക വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജീപ്പ് സവാരി നടത്തുന്ന അവരുടെ ഒരു തൊഴിലാളികളുടെയും അതിൻ്റെ ഓണർമാരുടെയും ഒരു മീറ്റിംഗ് തൊട്ടടുത്ത ദിവസം വിളിച്ചിട്ടുണ്ട്. വിളിച്ച് എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് അറിയിച്ചുകൊള്ളുന്നു. ജനപ്രതിനിധികളെയും പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്താണ് പഞ്ചായത്ത് കമ്മിറ്റി ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. പടിപടിയായി തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തന്നെയാണ് പഞ്ചായത്ത് കമ്മിറ്റി ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ, മാലിന്യം റോഡിലേക്ക് തള്ളുന്നത്, അത്തരം എല്ലാ കാര്യങ്ങളിലും നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. മറയൂരിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ.